സൈനിക മേഖല ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടെ നമ്മുടെ ലോകം അടിസ്ഥാനപരമായ പല മാറ്റങ്ങൾക്കും ഇതിനോടകം തന്നെ വിധേയമായി കഴിഞ്ഞിരിക്കുകയാണ്. AI സാങ്കേതിക വിദ്യയുടെ സംയോജനം യുദ്ധത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലെ ആഗോള ശക്തികളുടെ കിടമത്സരങ്ങൾക്കും ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ വികസിപ്പിക്കുന്നതിന് ചൈനയുമായി സഹകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനായി രാജ്യത്തെ സർക്കാരിനോടും ഏറ്റവും വലിയ ബാങ്ക് ടെക് ഇന്നോവേറ്ററുമായ സെർബാങ്കിനും പുടിൻ നിർദ്ദേശങ്ങൾ നൽകിയതായി വിവരങ്ങൾ പുറത്തു വരികയാണ്. ഡിസംബറിൽ നടന്ന AI പ്രമേയ കോൺഫറൻസിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുടിൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി മിഖെയിൽ മിഷുസ്റ്റിനെയും സെർബാങ്ക് ബാങ്ക് CEO ഹെർമൻ ഗ്രഫിനെയുമാണ് ഇതിനായി പുടിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2025ഓടെ ഇതിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് രാജ്യം കരുതുന്നത്. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട ചൈനയുടെ AI വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനാണ് കൂടുതലായും ഈ തീരുമാനം കൊണ്ട് റഷ്യയുടെ ലക്ഷ്യം വെക്കുന്നത്. ബാങ്കിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായ അലക്സാണ്ടർ വെത്യാക്കിൻ അടുത്തിടെ ചൈനയുടെ AI മുന്നേറ്റങ്ങളെ സെർബാങ്കിന്റെയും ഉയർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. സമീപ വർഷങ്ങളിലൊക്കെ തന്നെ റഷ്യ തങ്ങളുടെ സൈനിക മേഖലകളിലടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതിൽ കൃത്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന AI സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും ആഗോളതലത്തിൽ റഷ്യയുടെ പ്രസക്തി നിലനിർത്താനും വേണ്ടിയാണ് ചൈനയുമായുള്ള റഷ്യയുടെ കൂട്ടുകെട്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു AI അലയൻസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കാനാണ് പുടിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നൂതന മൈക്രോ ചിപ്പുകളിലേക്കും മറ്റ് നിർണായക സാങ്കേതിക വൈദഗ്ധ്യങ്ങളിലേക്കും പ്രവേശനം തടഞ്ഞ പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ AI വികാസത്തെ തടയിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിയന്ത്രണങ്ങൾ റഷ്യൻ കമ്പനികളെ വളരെ കുറഞ്ഞ നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് AI സൃഷ്ടിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. AI വികാസത്തിന് അത്യന്താപേക്ഷിതമായ GPUകൾ മാറ്റി സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞതാണ്. സെബർബാങ്ക് CEO ജർമൻ ഗ്രഫ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇത്. പക്ഷേ ഇതിന് വലിയ ഉപരോധങ്ങളുമായി എത്തിയിട്ടും പുടിന്റെ മുന്നിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുട്ടുമടക്കാനേ യോഗമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം തടയങ്ങളൊക്കെ പുടിൻ പുഷ്പം പോലെ എടുത്തു മാറ്റുന്നതേ ഉള്ളൂ. ചൈനയുമായി കൂട്ടുകൂടുന്നതിലൂടെ AI മികച്ച നേട്ടങ്ങൾ റഷ്യക്ക് നിസ്സാരമായി കണ്ടെത്താനാകും. AI ചൈനയുടെ നേതൃത്വവും നൂതന ഹാർഡ്വെയറുകൾ രാജ്യത്തേക്ക് എത്തിക്കുന്നതും ചെയ്യുന്നതോടെ AI വികാസനം എന്ന ഒരു വലിയ ഉപരോധവും റഷ്യ മറികടക്കും. മാത്രമല്ല ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഒരുമിച്ച് കൊണ്ടുവരുവാനാണ് നിർദ്ദിഷ്ട AI അലയൻസ് നെറ്റ്വർക്ക് ലക്ഷ്യമിടുന്നത്. ഈ സംരംഭം റഷ്യയെ പാശ്ചാത്യ സാങ്കേതിക വിദ്യ അതിവേഗം സ്വായത്തമാക്കാനും AI ഗവേഷണത്തിൽ പുരോഗതി കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈനിക പരിശീലനങ്ങളും കൃത്യമായ തയ്യാറെടുപ്പുകളും കൊണ്ട് തന്നെ റഷ്യയുടെ മുന്നൊരുക്കങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും നേരിടാൻ ശത്രു രാജ്യങ്ങൾ വിയർക്കുകയാണ്. അതിനിടയിൽ AI സാങ്കേതിക വിദ്യ കൂടി റഷ്യ സൈനിക പടയൊരുക്കങ്ങളിൽ കൊണ്ടുവന്നുവാൻ ശത്രുക്കൾ ശരിക്കും വിയർക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധത്തിലും സൈബർ ഇടങ്ങളിലും റഷ്യയുമായി മുട്ടി നിൽക്കാൻ തുടക്കം മുതലേ കഴിയാതിരുന്ന യുക്രൈനും ഇനി റഷ്യ ചൈനയുമായി കൂടിച്ചേർന്ന് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ചൂടുറപ്പിച്ചാൽ അത് പക്ഷേ പൂർണ്ണ തോതിലുള്ള പരാജയത്തിലേക്ക് തന്നെ വഴിവെച്ചേക്കാം എന്നതിൽ സംശയമൊന്നുമില്ല. ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ്, ആളില്ലാ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, സൈനിക പരിശീലനം, സൈബർ യുദ്ധം എന്നിവയ്ക്കായുള്ള AI സൊല്യൂഷനുകൾ യുദ്ധക്കളത്തിൽ യുക്രൈൻ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. ഇനിയുള്ള യുദ്ധത്തിൽ ഇനി റഷ്യയും യുക്രൈനും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ യുദ്ധത്തിൽ റഷ്യ ജയിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. യുക്രൈൻ അതിനുവേണ്ട പ്രതിരോധ മാർഗം ഏറ്റെടുത്തേ മതിയാകും.